വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നുള്ള ഭാഗമാണ് നമുക്ക് ഇന്നൊരു വീഡിയോയിൽ പറയാനുള്ളത്. ചരിത്രാതീത കാലം തുടങ്ങി ആധുനിക കാലം വരെ ഉണ്ടായിട്ടുള്ള സംസ്കാരങ്ങളുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ചരിത്ര സംഭവങ്ങളെ കുറിച്ചുള്ള സഞ്ചാരം നടത്തി നിങ്ങളിപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പാഠത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാഠം ഏതാ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നുള്ള അധ്യായമാണ്. അപ്പം ഇതുവരെ രസകരമായ ഒരു യാത്രയിലാണ് നമ്മളെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ അധ്യായം മുതൽ ആൻഷ്യന്റ് വേൾഡ്, അല്ലെ, മോഡേൺ വേൾഡ്, മിഡിൽ ഏജ്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയായിരുന്നു പരുക്കൻ കല്ലുകൾ സ്വയരക്ഷയ്ക്കും ആഹാരത്തിനായും മൃഗങ്ങളെ കൊല്ലാനും ഉപയോഗിച്ച് ആളുകൾ എങ്ങനെയാണ് കാടുകളിൽ ജീവിച്ചിരുന്നത്? ഇതൊക്കെ നമ്മൾ ആദ്യത്തെ മിഡിൽ ഏജിൽ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിലൂടെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, വെങ്കല യുഗത്തെക്കുറിച്ചും നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസിലെ ആദ്യ ഭാഗങ്ങളിൽ ചർച്ച ചെയ്തു. ലോഹങ്ങളുടെ കണ്ടുപിടുത്തം മൂലം ജീവിതം എത്രമാത്രം ആശ്വാസപ്രദമായി എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്നുണ്ടായ ഇരുമ്പ് യുഗം വ്യവസായവൽക്കരണത്തിന്റെ തുടക്കമായി ഒരു സമൂഹം എങ്ങനെയാണ് രൂപം പ്രാപിക്കുന്നതെന്നും ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശക്തരാകുന്നത് എങ്ങനെയെന്നും നമ്മൾ മറ്റും ഈ ഒരു സോഷ്യൽ സയൻസിലെ മുൻകാല പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ശക്തമായ രാഷ്ട്രങ്ങൾ സമ്പത്തും ഭൂമിയും അവരുടെ അത്യാർത്തിയുടെ ഉറവിടമാക്കിയ തീർത്തത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അന്യരാജ്യങ്ങളെ അധീനതയിലാക്കിയാനും അവിടുത്തെ മനുഷ്യരെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്ത് നിഷ്ഠൂരമായ ഭരണം നടത്തുന്ന സ്ഥിതിയും സൃഷ്ടിച്ചു. ഇത്തരം രാജ്യങ്ങൾക്കെതിരെ കനത്ത പ്രതിരോധവും ചൂഷണത്തിന് വിധേയമാകുന്ന രാജ്യങ്ങളിൽ നിന്നുണ്ടായി. അത്തരത്തിൽ ചൂഷണത്തിന് വിധേയമായ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് ദേശീയ ബോധം വളരാനുള്ള കാരണങ്ങൾ തിരിച്ചറിയും. ദേശീയ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇന്ത്യ എന്നുള്ള ഒരു ബോധം, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഇടയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ വഴികൾ തേടാൻ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രാമാണികരായിട്ടുള്ള നേതാക്കളുടെ പട്ടിക തയ്യാറാക്കലാണ്. ഈ ആളുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു അധ്യായത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ പങ്ക് ചർച്ച ചെയ്യുക. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ളതാണ്, അല്ലെ, ഗാന്ധിജിയെ കുറിച്ച്. ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ പങ്ക് എന്തായിരുന്നു എന്നൊക്കെ ഈ ഒരു ഭാഗങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. മാത്രമല്ല ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമുകളിലും ആവർത്തിച്ച് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാരെ ദേശീയ ബോധത്തിലേക്ക് നയിക്കാനുണ്ടായ 3 കാരണങ്ങളെ വിശദീകരിക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കെതിരായ ദേശീയ ബോധത്തിലേക്ക് നയിക്കുവാനുള്ള 3 കാരണങ്ങൾ വിശദീകരിക്കുവാനാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ താല്പര്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒന്നുകൂടി പറയാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമായിരുന്നു? മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നേതാക്കൾ 1ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരെ പിന്തുണച്ചത് എന്തുകൊണ്ട്? ഇന്ത്യയിലെ നേതാക്കന്മാര് 1ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരെ എന്തുകൊണ്ടാണ് പിന്തുണച്ചത് എന്നുള്ളതാണ്
4ാമത്തെ ക്വസ്റ്റ്യൻ. കാരണം ഒരിക്കലും ബ്രിട്ടീഷുകാരെ പിന്തുണക്കാൻ പാടില്ല, അത്രമാത്രം അവർ ഇന്ത്യയെ ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു 1ാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരെ പിന്തുണക്കാനുള്ള കാരണം എന്താ? എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്തുകൊണ്ടുണ്ടായി? ബ്രിട്ടീഷുകാർക്കെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു 8ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു. ഇനി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ സ്വന്തം ആപ്പിലൂടെയുള്ള ക്ലാസ്സുകളും എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ഓൾ.